ഈ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലേക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നു. അതിനുശേഷം കണ്ണൂരിൽ കെ രാഗേഷ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് രണ്ടും രണ്ടാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് അറിയിക്കുന്നത്. ആ പരിപാടിയിൽ സ്റ്റേജിൽ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് അത് അവരുടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ടാകും, അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് ഈ പ്രസംഗ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചറിയിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്. അതിനൊരു ഔചിത്യക്കേടെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമ്പോൾ മറ്റ് പാർട്ടികളെയൊന്നും ആ തരത്തിൽ പരിഗണിക്കപ്പെട്ടതായി കണ്ടില്ല. ഒരാളെ മാത്രം ക്ഷണിച്ചതിലുള്ള ഔചിത്യക്കേടാണ്. അതുകൊണ്ട് ആ തരത്തിൽ അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുകയും എല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത്. അതേ അവസരം ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം, നമ്മളുടെ ബീച്ചിൽ മുഴപ്പലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, അത് നമ്മുടെ അറേബ്യൻ കടൽ തീരങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കടലിൽ ഈ മോട്ടോർ ഡ്രൈവിംഗ് നടത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബീച്ച്. അപ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ആ ബീച്ചിന്. അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ടൂറിസം വകുപ്പ് അതിനെ വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും കേരളത്തിൻ്റെ തന്നെ ഒരു വികസന രംഗങ്ങളിൽ ടൂറിസം പ്രോജക്റ്റ് നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യാനുമുള്ള നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഴപ്പലങ്ങാട് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു പരിപാടി തയ്യാറാക്കി അതനുസരിച്ച് അവിടെ നടപടികൾ ഉണ്ടായത്. ആ ഉദ്ഘാടന യോഗത്തിൽ സഖാവ് KK രാഗേഷ് പങ്കെടുത്തു. അത് ശരിയാണ്. KK രാഗേഷ് മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ഈ ജില്ലയിൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ക്ഷണിക്കപ്പെടാത്തതും ക്ഷണിക്കപ്പെടുന്നതുമായ എല്ലാ പരിപാടികളിലും പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടാകും. അത് ഏതാണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ LDFൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി എന്നുള്ളത് കൊണ്ടല്ല. ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ മുൻകാല ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക. ഏത് പാർട്ടിയുടെ മന്ത്രി വരുന്ന സ്റ്റേജിലാണ് ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരാൾ അദ്ദേഹത്തോടൊപ്പം സന്നിഹിതനാകാതിരുന്നിട്ടുള്ളത്? എല്ലാ സ്റ്റേജിലും നോക്കൂ നിങ്ങൾ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, ഇവിടെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള അവസരത്തിൽ മാത്രമല്ല മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആ മന്ത്രിയോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തോടൊപ്പം ജില്ലയിൽ വരുമ്പോൾ സഞ്ചരിക്കുക, പരിപാടികളിൽ ഭംഗിയാക്കി നിർവഹിക്കാൻ സഹായിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലുണ്ടായിട്ടുള്ള ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഇതിനെന്തിനാ ബഹളം വെക്കേണ്ട കാര്യം? ഇതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം? കോൺഗ്രസിലെ നേതാക്കൾ ചിന്തിക്കേണ്ടതാണത്. കോൺഗ്രസിൻ്റെ ഇന്ന് ബഹളമുണ്ടാക്കുന്ന പലരും ഇത്തരം പരിപാടികളിൽ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട്. പിന്നെ BJPക്ക് അങ്ങനെ ആദ്യം നേരത്തെ ഒന്നും മന്ത്രിമാരില്ലാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടാകില്ല. പക്ഷെ BJPക്കാരും
അവരുടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ലേ? എന്താ ഇവിടെ വ്യത്യസ്തമായി ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് അനാവശ്യമായി വിവാദമുണ്ടാക്കുക. കെ രാഗേഷ് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അയാൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കുറേ കാലം മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കും. ഇനി നിങ്ങൾ ഇത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ കെ രാഗേഷ് മാറി നിൽക്കില്ല. മുഖ്യമന്ത്രിയോട് മറ്റു മന്ത്രിമാരോടൊപ്പം എപ്പോഴും പാർട്ടിയുടെ ഒരു പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളത് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ്. എല്ലാ പാർട്ടിക്കാരും ഇതിന് മുമ്പ് ഭരിച്ചിട്ടുള്ളവരും അവരുടെ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ ഇത്തരത്തിൽ അവരുടെ പാർട്ടിക്കാരെ കാണാം. പിന്നെ എന്തിനായി ഈ വേണ്ടാത്ത ബഹളം? ഒരു അപകീർത്തിപ്പെടുത്താനുള്ളതല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ വിഷയത്തിലല്ല, ഇത് വേറെ. ഇതിവിടെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണത്. അത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവരും ആ നിലപാടിൽ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത ഒരു വിവാദം ഉണ്ടാക്കി ഒരാളെ അപകീർത്തിപ്പെടുത്താൻ? എന്തോ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയായി വന്നു, അദ്ദേഹത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്തി കളയാം. ഈ മനോഭാവം പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരെങ്കിലും കുറേ കൂടി പക്വതയോടും പാകതയോടും ദീർഘവീക്ഷണത്തോടും കൂടി കാര്യങ്ങൾ കണ്ട് പ്രതികരിക്കേണ്ടതായിരുന്നു. ഉണ്ടാകാതിരുന്നത് ദൗർഭാഗ്യകരമായി പോയി. അവരുടെ പ്രചരണവും യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ്. അത് അവർ തന്നെ പരിശോധിച്ച് ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം BJP ഉന്നയിക്കുന്ന കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞം പരിപാടിയിലെ വേദിയിൽ ഇരുന്നപ്പോൾ രൂക്ഷമായ വിമർശനം ആദ്യം ഉന്നയിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. BJP ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണമുള്ളതിൽ വേദിയിലിരിക്കാൻ അങ്ങനെ ഇരുന്നതിൽ എന്താണ് അനൗചിത്യം എന്നതാണ് BJP ഉന്നയിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണമില്ലാതെ കെ രാഗേഷ് ഇരുന്നതിന് ഇത് രണ്ടാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇത് രണ്ടല്ലേ? അത് പറയുന്നതിന് എന്താ തെറ്റ്? രാജീവ് ചന്ദ്രശേഖരൻ ഈ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കണ്ടേ? മറ്റ് പാർട്ടികളുടെ സംസ്ഥാന നേതാക്കന്മാർ ക്ഷണിക്കണ്ടേ? എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ? ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് തന്നെ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട്? ആരെയും ക്ഷണിച്ചിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാരെന്നുള്ള പരിഗണനയിലാണെന്ന് അവർ പറഞ്ഞു. നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ട. അത് ആ നിലപാടിൽ അവർ പരിശോധിക്കട്ടെ. ഞങ്ങൾ അതൊന്നൊരു പ്രശ്നമായി ഉന്നയിക്കാനോ അതൊരു വലിയ വിവാദമാക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കതിലൊരു താല്പര്യമുള്ളൂ, എല്ലാവരും സഹകരിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു സ്വത്താണ്. അത് കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ, വളർച്ചയിൽ, വികസനത്തിൽ വലിയ അമൂല്യമായ സംഭാവന ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ നേട്ടം നമ്മുടെ കേരളത്തിന് അനുഭവിക്കാൻ കഴിയണം. അതിനെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഉദ്ഘാടന വിഷയമൊന്നും ഞങ്ങൾക്ക് താല്പര്യമുള്ളതല്ല വിവാദമാക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് നേരെ വിവാദമാക്കാനാണ് ചിലരുടെ ശ്രമം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുമ്പോൾ മറ്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ടോ അവിടെ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കൂടുതൽ MP-മാരുള്ളത് കോൺഗ്രസിനല്ലേ? അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചോ? ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊതു നിലപാടുണ്ട്. അതായത് ഇതിനെല്ലാം ഒരു പൊതു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളും പൊതു നിലപാടും സ്വീകരിക്കണം. എല്ലാ പാർട്ടികളോടും പരിപാടികളിലുമൊക്കെ പൊതുവായ ശരിയായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതിലുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരെന്താ ഒന്നുമില്ലല്ലോ. APCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. എങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും ഒരു തീരുമാനം മാറ്റണോ മാറ്റേണ്ടോ എന്നുകൂടെ എടുക്കാൻ പറ്റില്ല. സുധാരണയാണെങ്കിൽ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു പോകില്ല എന്നുള്ള നിലപാടിലാണ്.
കോൺഗ്രസിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ മൂർച്ഛിക്കും. അതിൻ്റെ കാരണം ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയായിരിക്കും. ഒന്ന്, കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ നയം, അവർ സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർ തിരുത്തിപ്പോകാൻ നോക്കണം. ഇന്ന് ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല, കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല, വലതുപക്ഷത്തെയാണ്, പ്രത്യേകിച്ച് BJP ആണ്. ആ ദൗത്യമല്ല കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർ കേരളത്തിൽ ഇടതുപക്ഷത്തെയാണ് മുഖ്യ ശത്രുവായി കണ്ട് എല്ലാ രംഗങ്ങളിലും ഇടതുപക്ഷത്തെ എതിർക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർക്ക് വലിയ ദോഷമിനിയും ചെയ്യും. രണ്ടാമത്, കേരളം ഒരു സമഗ്ര വികസന വഴികളിലാണ്. കേരളത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുകയാണ്. ആ വികസനത്തോടൊപ്പം നിന്ന് സഹകരിച്ചു പോവുകയാണ് വേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ. കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് എല്ലാ വികസനങ്ങൾക്കും എതിരാണ്. കേരളയിൽ അവരെതിരാണ്. ഇപ്പോഴത്തെ ഹൈവേ അവരെതിരായിരുന്നു. കോവിഡ് കാലത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു സഹായത്തിന് ചോദിച്ചു ഗവൺമെൻറ് ജീവനക്കാരോട്. അവരുടെ ശമ്പളം കടമായി തരിക, ഒരു സറണ്ടർ, അവരുടെ ലീവ്, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ അവർ ഒരു 2 മാസത്തെ ശമ്പളം കേരള ഗവൺമെൻറ്റിന് ശമ്പളം വാങ്ങി കേരള ഗവൺമെൻറ്റിന് കടമായി തരിക. അതിനുവേണ്ടി ഒരു ഉത്തരവിറക്കി. സാലറി ചാലഞ്ച്. എന്താ കോൺഗ്രസ് ചെയ്തത്? അവരുടെ സംഘടനകളെ കൊണ്ട് നോട്ടീസ് അടിച്ച് കൊടുക്കരുത് പണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചാരവേല നടത്തിയില്ല. കേരളം മുരടിച്ചു നിൽക്കുന്നു. ഇവിടെ വലിയ പ്രശ്നങ്ങൾ, പ്രളയം, കോവിഡ് തുടങ്ങിയിട്ടുള്ള മഹാമാരി. ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയോടൊപ്പം നിൽക്കുന്നതിന് പകരം പരസ്യമായി അതിനെ എതിർത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ കോൺഗ്രസിനെതിരായില്ലേ? കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതിലെങ്കിലും വികസന കാര്യങ്ങൾ കോൺഗ്രസ് സഹകരിക്കുന്നുണ്ടോ? എല്ലാറ്റിനെയും തകർക്കാനും ദുർബലപ്പെടുത്താനുമല്ലേ? ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നുണ്ടോ? വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? എല്ലാ വികസന കാര്യങ്ങളിലും കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയും കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളുണ്ടാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവർ ഇടതുപക്ഷത്തെ എതിർക്കാൻ BJPയുമായിട്ടുള്ള സഹകരണാത്മകമായ നിലപാട്, BJPയുമായിട്ടുള്ള അവർ എടുത്തുകൊണ്ടിരിക്കുന്ന സഹകരണാത്മകമായ നടപടികൾ കോൺഗ്രസ്സിനകത്ത് ഇനിയും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് BJP പ്രീണന നയം, വികസന വിരോധം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്കെതിരായിട്ടുള്ള നടപടികൾ, ഇതെല്ലാം കോൺഗ്രസ്സിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസ്സിനകത്ത് ചലനമുണ്ടാക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ്സിനകത്ത് അഭിപ്രായം ഉണ്ടാക്കും. കോൺഗ്രസ്സിനകത്ത് തന്നെ ഇടതുപക്ഷത്തെയാണോ എതിർക്കേണ്ടത്, BJPയാണോ എതിർക്കേണ്ടത്? ചലനമുണ്ടാക്കും. ഈ ചലനങ്ങളെല്ലാം ഗ്രൂപ്പുകളായി വ്യത്യസ്ത വേദികളായി രൂപപ്പെട്ട് ഇനിയും കോൺഗ്രസ്സിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനിയും വർദ്ധിച്ചു വരാനാണ് സാധ്യത. ഈ പിണറായി കൊത്ത എതിരാളിയാണ് സുധാകരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരനെ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പിണറായി കൊത്ത എതിരാളിയാണോ സുധാകരൻ? ഞങ്ങൾ ആരെയും താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിണറായിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഇന്നൊരു നിഗമനമുണ്ട്, പ്രതികരണമുണ്ട്. ഈ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന്, കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ, കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ഭരണരംഗത്ത് സുശക്തമായ അഡ്മിനിസ്ട്രേഷൻ, എല്ലാ പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കാൻ നയങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി, ശക്തിയും കെട്ടുറപ്പും നിശ്ചയദാർഢ്യമുള്ളൊരു ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോടും ഞങ്ങൾ ആരെയും താരതമ്യപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ കഴിവ് ജനം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് താരതമ്യമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് നാട് അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് സുധാകരൻ വരെ ഒരു ഘട്ടത്തിൽ അത് പറഞ്ഞല്ലോ. അതുതന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി.
അദ്ദേഹത്തെ പ്രശംസിച്ചില്ല, അത് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിരാകരിക്കാൻ, വില കുറച്ച് കാണിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ തന്നെ എല്ലാം ഒരു പ്രതീക്ഷയാണ്, കേരളത്തിൻ്റെ ഭാവിയാണ്, കേരളത്തിൻ്റെ സുരക്ഷിതത്വമാണ്. ഈ പിന്നോക്കം നിൽക്കുന്ന കേരള സംസ്ഥാനത്തെ അതിവേഗം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രശംസനീയമാണ്. അത് കരുത്തും ശക്തിയുമുള്ള നേതാക്കൾ കൂടി ഉണ്ട്. അത് വസ്തുത ജനങ്ങൾ അംഗീകരിക്കുന്നത്. മറ്റു ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ ഓരോ കാര്യം പറയും. അതിലേക്കൊന്നും ഞങ്ങൾ കടന്നു പോകുന്നില്ല. അത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ലോ. ഞാൻ തീരുമാനിച്ചാൽ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എന്താ പറയുള്ളത്, അത് കോൺഗ്രസിൻ്റെ കാര്യം. പക്ഷെ കോൺഗ്രസ് തുറന്നുകൊണ്ടിരിക്കുന്ന നയമാണ്, അവരുടെ സമീപനങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇനിയും അത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കോൺഗ്രസ് തെറ്റ് തിരുത്തി പോകുന്നില്ലെങ്കിൽ, അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പെശക് തിരുത്തി പോകുന്നില്ലെങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഇനിയും ഉണ്ടാകും. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം, കോൺഗ്രസിൻ്റെ 2 പ്രമുഖ നേതാക്കന്മാർ സ്റ്റേജിൽ വന്നിരുന്നില്ല. ശശി തരൂർ അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, അദ്ദേഹം ഒന്ന് സ്റ്റേജിലിരുന്നില്ലേ? വി ഡി സതീശൻ ബഹിഷ്കരിച്ചു പോയില്ലേ? 2 ധ്രുവങ്ങളിലാണ്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ താല്പര്യമാണ് ഞങ്ങളുടെ പ്രശ്നം, കേരളത്തിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയാണ് ഞങ്ങളുടെ ലക്ഷ്യം, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഇനിയും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും ഈ ഗവൺമെൻറ്റുമായും സഹകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാമുള്ള അഭ്യർത്ഥന. ഈ KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഒരു കാരണം ഈ സഭയുടെ നിലപാടാണ്, ക്രിസ്ത്യൻ സഭയുടെ. അതേപോലെ തന്നെ BJPയും അവർ ഉന്നയിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് അവർ 2 പേരും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായിരിക്കും LDFന്റെ നിലപാട്? LDFന്റെ നിലപാടാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയൊക്കെ നിശ്ചയിക്കുക സഭയായാൽ അത് ആ പാർട്ടിക്കകത്ത് വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ആ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ്, ഞങ്ങൾ ആലോചിക്കേണ്ട പ്രശ്നമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസ്സിനെ ഇനിയും ഗ്രൂപ്പുകളും ചേരിതിരിവുകളും സംഘർഷങ്ങളും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തും. വേടന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, ഞാൻ കേൾക്കാറില്ല. ഇപ്പം അടുത്ത കാലത്തല്ലേ നിങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങിയത്. ലഹരി മരുന്ന് കേസിൽ പിടികൂടിയിരുന്നു. അതിനുശേഷം ഇടുക്കിയിൽ സർക്കാരിന്റെ തന്നെ പരിപാടിയിൽ വേടൻ ഇന്നലെ അടിച്ചു പൊളിച്ച് പാടി പോയി. എന്താണ്? അയാളൊരു പാട്ടുകാരനാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം വേടൻ നല്ലൊരു സംഗീതജ്ഞനാണ്. ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന്. എനിക്ക് തോന്നുന്നത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ ഇന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും, ഞാനതിന് സന്നദ്ധനാണ് എന്നുള്ള നില വേടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല പരിപാടിക്ക് നിശ്ചയിച്ചത്. അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സംഗീതജ്ഞനാണ്, പാട്ടുകാരനാണ്. അതുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത്. അത് തന്നെ അദ്ദേഹം തിരുത്തപ്പെടുന്നതിന് കൂടി നിലപാട് സ്വീകരിച്ചു. നമ്മൾ അത്തരത്തിൽ മദ്യപിക്കുന്നവർ അവരെല്ലാം തിരുത്തി ലഹരി വിമുക്ത കേരളം, നമ്മുടെ നാടിനെ ആകെ ലഹരിയില്ലാത്ത ഒരു നാടാക്കി മാറ്റി തീർക്കണം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പോലും ഈ മയക്കുമരുന്ന് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുകയാണ്. ഇന്നുണ്ടാക്കുന്ന ചിലതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മയക്കുമരുന്നുകളാണ്. അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയണം. അപ്പോൾ ആറ്റം മനുഷ്യൻ്റെ കഴിവിൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ആറ്റം ഗുണകരമായ വശമുണ്ട്, ആറ്റം
നശീകരണത്തിൻ്റെതുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും അംശങ്ങളുണ്ട്. അതുകൊണ്ട് ലഹരി വിമുക്തമായ നാടാക്കുക, ശാസ്ത്രത്തെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ, ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എല്ലാ രംഗത്തുമുള്ളവർ ശ്രദ്ധിക്കുക. അങ്ങനെ ജനങ്ങളിലൊരു ബോധവൽക്കരണത്തിലൂടെ ലഹരി വിമുക്തമായൊരു നാട് സൃഷ്ടിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വളരെ മെച്ചമുണ്ടാകും. നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ബുദ്ധിപരമായി അവരുടെ ചിന്താശക്തിയെ മരവിപ്പിച്ചുകൊണ്ട് പല വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ കരുത്തും ശക്തിയും ബുദ്ധിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ ലഹരി വിമുക്തമായൊരു നാടായി എല്ലാറ്റിനെയും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കൂട്ടായി പ്രവർത്തിക്കണം. പിണറായിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഇത് ലെജൻഡ് എന്ന CPS സർവീസ് അംഗങ്ങളുടെ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. എന്തിനാ വിമർശനം? ഡോക്യുമെന്ററിക്ക് ഈ വ്യക്തിയെ ഇവിടെ ആരെയെല്ലാം കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ട്? ഗാന്ധിജിയെക്കുറിച്ച് എത്ര ഡോക്യുമെന്ററി ഉണ്ട്? എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളതാണ്. ഏതെല്ലാം ആളുകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ട്? ഒരു നല്ല ഭരണാധികാരി, അതിൽ ആവേശം കൊണ്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒരു ഡോക്യുമെൻ്ററി ആക്കുന്നു. അത് വരും തലമുറക്ക് ഒരു പാഠമായി തീരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗുണപാഠമാണത്. അതുകൊണ്ട് നമുക്ക് മൺമറഞ്ഞു പോയ പല നേതാക്കളെക്കുറിച്ചും നമുക്ക് ഡോക്യുമെൻ്ററി എടുക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉള്ള ദുഃഖം. അന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്ര വളർച്ച ആ നിലയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നമ്മുടെ ഇതിഹാസ പുരുഷന്മാർ, ചരിത്ര പുരുഷന്മാർ, മഹാത്മാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അവരെല്ലാം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പിൻതലമുറകളെ പഠിപ്പിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആവശ്യം ഉൾക്കൊള്ളാനും കഴിയത്തക്ക നിലയിൽ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് പലരെക്കുറിച്ചും ഡോക്യുമെൻ്ററി ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിണറായിയുടെ ഡോക്യുമെൻ്ററി എന്തിനാണിത്? എന്തിനായി ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നത്? അത് ശരിയാണോ? ആ ശത്രുതാപരമായ മനോഭാവം വെച്ച് പുലർത്തുന്നത് ഒരു ഭരണത്തെ ദുർബലപ്പെടുത്താനാണ്, ഒരു ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനാണ്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ്. ആ ആപത്ത് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ പ്രതിരോധം വളർത്തിയെടുക്കാൻ ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള അതിൻ്റെ അവസാനഘട്ട പ്രവൃത്തിയിലാണ്. അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച എൻ്റെ ഈ മാസം ഉണ്ടാവില്ല, അടുത്ത മാസം ആദ്യം തന്നെ ആത്മകഥയുടെ പ്രസാദനമുണ്ടാകും. അല്ല, ഇപ്പം ഞാൻ എൻ്റെ ആത്മകഥ അത് പൂർത്തീകരിക്കും. പിന്നീടുള്ള ജീവിത കാലഘട്ടം ബാക്കിയുള്ള കാര്യങ്ങളും വരും. ജീവിക്കുന്നവരെയല്ലേ എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നു. അത് മാതൃഭൂമി പബ്ലിഷിംഗ് കമ്പനിയാണ്. അല്ല, കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ വാക്കാണ് വലുത്. കരാർ ഒപ്പിട്ടില്ലെങ്കിലും വാക്ക് പറഞ്ഞ വാക്കാണ്. അല്ല, എൻ്റെ വാക്ക് വാക്കാണ്. ഒപ്പിടുന്നതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് അതിൽ അവർക്കും വിശ്വാസമുണ്ട്, എന്നെ എനിക്ക് അവരെയും വിശ്വാസമുണ്ട്. പോരെ, ഈസിയായിട്ട് ഒരു കരാറുണ്ടായിട്ടില്ലല്ലോ. ഒരു വാക്കാൽ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അതെല്ലാം അവർക്ക് പറ്റിയുള്ള പെശക് അവരംഗീകരിച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ മറ്റ് നടപടികൾ, കാരണം അവരേറ്റവും ഒരു കുറ്റസമ്മതം തന്നെ അതിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ മേലെ ഫർദർ നടപടികളിലേക്ക് വക്കീൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ലീഗൽ അഡ്വൈസ്. കാരണം ആ തരത്തിൽ തന്നെയാണ് അവർ. അല്ല, ഞാൻ കേസ് കൊടുത്തതും വക്കീൽ നോട്ടീസ് അയച്ചതാണ്. അതിനുള്ള മറുപടിയിൽ അവർക്ക് പറ്റിയിട്ടുള്ള പെശക് അംഗീകരിച്ചു. അവരതിൽ നല്ല നിലപാടാണ് ആ കത്തിൽ സ്വീകരിച്ച് കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിയമോപദേശം നമുക്ക് അത്രയും ഒരു വിധേയമായി കഴിഞ്ഞാൽ അത് ഒരു കോടതിയുടെ മുമ്പാകെയോ ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പാകെയോ പോയാൽ അവർ നിരീക്ഷിക്കുമ്പോൾ അത് നമ്മളൊരു
വാശി പിടിക്കുന്നവർ എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി, പാർട്ടി ഇങ്ങനെ പ്രതിസന്ധിയിലൊക്കെ ഒരു വിവാദമായിരുന്നല്ലോ. അതിങ്ങനെ ഒരു മറുപടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ശരിക്കും? അത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. അതിനൊന്നും പകരം വിട്ടാനൊന്നും ഞാനില്ല. നടത്തുന്നവർ നടത്തട്ടെ. ഞാൻ ഒരു കുടിപ്പക വെച്ച് പകരം വിട്ടാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കതിന് സമയമില്ല. എനിക്ക് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എൻ്റെ സമയം ഇത്തരമൊരു വാശി വെച്ച് ഇതിന് പ്രതികാരം വിട്ടാനൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം. അതൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അല്ല, നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണിത്. അതായത് പ്രതികാര മനോഭാവം വെച്ച് പുലർത്തി ഒരു കുടിപ്പക വെച്ച് എൻ്റെ സമയം കളയാൻ ഞാനില്ല. ഇതിൽ അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് DC ബുക്സാണ്. അവരാ കാര്യം അവർക്ക് പറ്റിയുള്ള പെശക് അംഗീകരിച്ചു. ഒരാൾ ഒരു പെശക് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോരാ എന്നും ഞാൻ പറയുന്നില്ല. അത് ആകെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ളൊരു അവർക്ക് പറ്റിയ പെശക് അംഗീകരിച്ചുകൊണ്ട് അവർ നടപടി സ്വീകരിച്ചു. അതുകൊണ്ട് അതിൻ്റെ മേലെയുള്ള മറ്റ് ഫർദർ നടപടികൾ നിയമപരമായി നോക്കിയാൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ ചെയ്യും. അതിന് മേലെ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആയില്ലേ? ഓ